വിളയൂർ എടപ്പലം ഗ്രാമത്തിന് ഉത്സവമേകി എടപ്പലം HALP സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം സമർപ്പണം. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ എടപ്പലം HALP സ്കൂളിന് നവതി സമ്മാനമായി നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ സമർപ്പണമാണ് വെള്ളിയാഴ്ച നടന്നത്. ചടങ്ങിലേക്കെത്തിയ മന്ത്രിയെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. 6 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വന്നത്. 525 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ക്ലാസ് റൂം നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സമയം 40 കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനം സാധ്യമാകും വിധമാണ് ഇവിടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കമ്പ്യൂട്ടറുകൾ, LCD പ്രൊജക്ടർ എന്നിവ MP, MLA ഫണ്ടുകളിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട്. TV, ഹോം തിയേറ്റർ, ഫർണിച്ചറുകൾ, ഫാനുകൾ, ഇൻവെർട്ടർ എന്നിവ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഭാവനയായി നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിലൂടെ മാത്രമേ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനാകൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നാടിന് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുള്ളൂ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പൊതുവിദ്യാലയ സംരക്ഷണം ഗവൺമെന്റ് ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട സംഗതി പൊതുവിദ്യാലയ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളെല്ലാം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. 45,000 ക്ലാസ് മുറികളെ സ്മാർട്ട് ക്ലാസ് റൂമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിക്കാണ് ഗവൺമെന്റ് രൂപം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വളർച്ച കൈവരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 1ാം സ്ഥാനത്താണ് നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് പോലെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിയ ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമുക്കെല്ലാം അഭിമാനിക്കാൻ വകയുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന EMS കേരളത്തെ വിളിച്ചത്, അത് കേരളം രൂപപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് EMS അങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. കേരളം മലയാളികളുടെ മാതൃഭൂമി. ആ മലയാളികളായിട്ടുള്ള നമുക്ക് ഏത് രാഷ്ട്രീയത്തിലുള്ളവരാകട്ടെ, ഏത് മതത്തിലുള്ളവരാകട്ടെ, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം ഇന്ത്യക്ക് മാതൃകയാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒക്കെ കേരളം എന്ന് പറയുന്നത്. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ V. പ്രസന്നകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച പാലിയേറ്റീവ് വളണ്ടിയർ M. ശിവശങ്കരനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുക്കുടി എടത്തോൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മുരളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാരി, പൂർവ്വ വിദ്യാർത്ഥി സംഘം പ്രസിഡന്റ് P. രാജൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലടി സുധാകരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. കൃഷ്ണൻകുട്ടി, AEO D. ഷാജിമോൻ, BPO M. മണികണ്ഠൻ, P. മുജീബ് റഹ്മാൻ, സുബേദ സാഖ്, N. ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ സൌമ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.